പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കരുൺ, ഞാൻ ശരൺ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മഹീന്ദ്രയുടെ താർ 2020 മഹീന്ദ്ര താറുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഒരിക്കൽ റിവ്യൂ എടുത്തതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഇതിനെ കൊണ്ട് വന്നതാണെന്ന് അല്ലേ? ഇന്ന് ഓഫ് റോഡിങ്ങാണ്, ചെറിയൊരു ഓഫ് റോഡിങ്ങും കുറച്ച് ഡ്രൈവ് വിശേഷങ്ങളും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ ഫുൾ ഡ്രൈവിംഗ് ആണ്. റിവ്യൂ അന്ന് കേട്ടതല്ലേ, അപ്പോൾ ഇന്ന് ഡ്രൈവ് മാത്രമാക്കാം. ഓഫ് റോഡിങ്ങും ഹൈവേ റൈഡും എല്ലാം ഞങ്ങൾ ഇന്ന് കാണിച്ചു തരും. റിവ്യൂ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞങ്ങൾ മുകളിൽ ലിങ്ക് ഇട്ടേക്കാം, അതും കൂടെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലിനെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തായാലും ഡ്രൈവ് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആദ്യം നമുക്കൊരു ഓഫ് റോഡ് യാത്ര പോകാം. ഓഫ് റോഡ് ചെറിയൊരു, അത്ര വലിയൊരു ഓഫ് റോഡ് ഒന്നല്ല, എന്നാലും നമുക്കൊരു ചെറിയ ഓഫ് റോഡ് പോയിട്ട് ബാക്കി നമുക്ക് ഹൈവേ കേട്ടാം. നല്ല വയലിൻ്റെ നടുവിലൂടെ നല്ലൊരു റോഡാണ്. അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെയുള്ള ചെളി നിറഞ്ഞൊരു ചതുപ്പ് പ്രദേശത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊന്നും താറിന് ഇതിലൂടെ അനായാസം പോകുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാൾ മികച്ച റോഡ്, ഇതിനേക്കാൾ കട്ടിയുള്ളതും ചെങ്കുത്തുമായ പാതകൾ പുഷ്പം പോലെ കടന്നു വന്ന താറിനെ കൊണ്ട് ഇത്തരം ചെറിയ പാതകൾ കേട്ടിട്ട് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. ഒരു കുണ്ടും കുഴിയിൽ കയറ്റി ഇറക്കി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ബാക്കി എല്ലാത്തിലും ഇറക്കാൻ ഒരു കോൺഫിഡൻസ് വരും. കാരണം അത്രയാണ് അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ വാഹനം ഉള്ളിലേക്ക് തരുന്നില്ല. ഓഫ് റോഡേഴ്സിന്റെ ഹരമാണ് താർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ആ വാക്ക് എടുത്തെടുത്ത് പറഞ്ഞ് അത് ഞാൻ അനവസരപ്പെടുത്തുന്നില്ല. പിന്നെ ഏറ്റവും ഭയങ്കര എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റെബിലിറ്റി, വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി വീണ്ടും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓരോ കുഴിയിൽ വീണ്ടും ഈസി ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഒരു പോയിന്റിൽ പോലും നമുക്ക് വെഹിക്കിളിന്റെ കൺട്രോൾ നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഒരു സൈഡിലൂടെ നല്ല മനോഹരമായ കനാല്, മറ്റൊരു സൈഡിൽ അത്യാവശ്യം നല്ല ചെളിയും നിറഞ്ഞൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ താർ ഓടി ചെളിയാണ്. അയ്യോ, ഇത് നല്ല ചതുപ്പാണ്. ഒരു കോർണർ വിചാരിച്ച പ്രശ്നമില്ല. ഇതൊക്കെ എന്ത് ഒരു വലിയൊരു കുഴിയാണ്. ഞാൻ വിചാരിച്ച തീർന്നാണ്, പക്ഷെ താർ സുഖമായി കയറി പോയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ വാഹനം ഓടിച്ചവർ എന്തായാലും ഇതിന്റെ ഫാൻ ആവുമെന്നുള്ളത് തീർച്ചയാണ്. പഴയ ഒരു താറ്, നമ്മൾ 2010 ഒരു താറ് ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും വണ്ടി കിട്ടിയ നേരെ നമുക്ക് ഓഫ് റോഡിന് കൊണ്ടുപോകാൻ മാത്രമേ തോന്നുമായിരുന്നു. കാര്യം അതിന്റെ ആ ഒരു നിർമ്മാണവും അനാട്ടമിയും ഒക്കെ അങ്ങനെയായിരുന്നു, ഒരു കംപ്ലീറ്റ് ഫോർ ഓഫ് റോഡ് പർപ്പസ്. പക്ഷേ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞത് ഒരു ലക്ഷറിയും കൂടെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് അറിയേണ്ടത് ഇതിൻ്റെ കുറച്ചുകൂടെ ഓഫ് റോഡ് നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും ഹൈവേ റൈഡാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ താറിന്റെ ഓഫ് റോഡ് യാത്ര കണ്ടു. ഇടയ്ക്ക് ആ ഒരു ചെളിയിലൊന്ന് കുടുക്കിപ്പോയി വണ്ടി. പക്ഷേ പുഷ്പം പോലെ ആ വാഹനം നമ്മുടെ താർ അതെല്ലാം മറികടന്ന് വന്നു. നമ്മൾ 4 വീൽ മോഡിലേക്ക് ഇട്ട് അതിനെ റേസ് ചെയ്ത് നമ്മൾ അതിനെ വെളിയിൽ ഇറക്കി. ഇത്രയും നേരം നമ്മളൊന്ന് കുടുങ്ങിപ്പോയി. ഇത്രയും നേരം ഓഫ് റോഡ് പെർഫോമൻസ് കണ്ട താറിന്റെ ഹൈവേ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വാഹനം ഹൈവേയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ എഞ്ചിൻ സ്പെക്സ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 2.2 ലിറ്റർ എംഹോക് 130 ഡീസൽ എഞ്ചിനാണ്. ഇതിനൊരു പെട്രോൾ ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായി ലഭിച്ചിരിക്കുന്നത് ഡീസൽ വേരിയന്റ് ആണ്. ഓഫ് റോഡിൽ നമ്മൾ കണ്ട പെർഫോമൻസിലും മികച്ചത് തന്നെയാണ് ഹൈവേയിലുള്ള ഈ പെർഫോമൻസ് എന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. മുൻപത്തെ താറിനേക്കാളും ഹൈവേയിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയും പെർഫോമൻസും ഈ വാഹനം നൽകുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ, ഒരു ഓഫ് റോഡ് വാഹനമായതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. ഫ്രണ്ടിൽ വരുന്നത് ഡ്യുവൽ വിഷ്ബോൺ ആയിട്ടുള്ള ഒരു സസ്പെൻഷനും റിയറിൽ വരുന്നത് മൾട്ടി ലിങ്ക് ആയിട്ടുള്ള ഒരു സസ്പെൻഷനുമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സോഫ്റ്റും സ്മൂത്തും ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സസ്പെൻഷൻ, റിജിഡ് അല്ല. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും റിയർ എന്ന് പറയുന്നത് ഡ്രം ബ്രേക്കുമാണ്. വാഹനത്തിന്റെ ബോഡി റോളിൽ ഗണ്യമായ കുറവ് തന്നെ പുതിയ താറിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബോഡി റോൾ ഒട്ടും പ്രകടമല്ല ഇപ്പോഴത്തെ താറിന്റെ. 2010 താറിലത് പിന്നിൽ വന്നത് ഒരു ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ ആയിരുന്നു.
അതുകൊണ്ട് തന്നെ ഒരു യാത്ര കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാം നടുവൊടിയുന്ന ഒരു അവസ്ഥ, പിന്നിലിരിക്കുന്നവർക്ക് നടുവൊടിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. എന്നാൽ ഈ ഒരു താറിലെത്തിയപ്പോൾ ആ വക പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഹൈവേയിലേക്ക് കടന്ന് നമ്മൾ ഇത്തിരി സ്പീഡ് കൂട്ടുമ്പോഴായാലും സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് ഓക്കെ ഏറ്റവും മികച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓഫ് റോഡിങ്ങിനേക്കാളും ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ കുറച്ചുകൂടെ പെർഫോമൻസ് നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹൈവേയിലേക്ക് ഇറക്കുമ്പോൾ കുറച്ച് ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ കുറച്ച് കട്ടിയാവുന്നുണ്ടെന്നൊരു തോന്നലുണ്ട്. സ്പീഡ് കൂട്ടുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റിഫ് ആവുന്നുണ്ട്. പക്ഷേ കുറഞ്ഞ സ്പീഡിലൊരു റെസ്പോൺസ് ഒരു ചെറിയൊരു പ്രശ്നമാണ്. പക്ഷെ അതൊരു നോട്ടീസബിൾ ആയിട്ടുള്ളൊരു പ്രശ്നമൊന്നുമല്ല. പിന്നെ വളരെ സ്മൂത്താണ്, ഇൻസുലേറ്റഡ് ആണ് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ. പുറമേ ഉള്ള യാതൊരുവിധ ശബ്ദവും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കമ്പോണന്റ് തന്നെയാണ്, പ്രത്യേകിച്ച് താർ പോലുള്ള ഒരു വാഹനത്തിൽ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പഴയ താറ് കാണുമ്പോൾ നേരെ എടുത്ത് ഓഫ് റോഡിങ്ങിനെ കൊണ്ടുപോകാൻ തോന്നുമെങ്കിൽ, പക്ഷേ ഇതൊരു ഹൈവേ റൈഡറുമായിട്ടും കൂടിയാണ് മഹീന്ദ്ര ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിന് ഇതിന്റെ എഞ്ചിൻ നേരത്തെ പറഞ്ഞ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 130 bhp കരുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 226 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് ഏതൊരു വഴിയിലൂടെയും നിസാരമായി നമുക്ക് ഈസിയായി നമുക്ക് കയറി പോകാൻ ഈ വാഹനം സഹായിക്കുന്നുണ്ട്. അതിലുമുപരി വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിഷൻ നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. എത്ര സ്പീഡിലും ഏതൊരു റൂട്ടിൽ കൂടെയും ഇവനെ കുതിപ്പിക്കാൻ നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു സ്റ്റിയറിംഗ് പൊസിഷൻ തന്നെയാണ് ഇത്. ജസ്റ്റ് ഒന്ന് ക്രൂസ് ചെയ്യപ്പോൾ ശബ്ദം കേട്ടില്ലേ, അതാണ് പുതിയ താർ. ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഡ്രൈവ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമുക്ക് വാഹനം നൽകിയിരിക്കുന്നത് SS മഹീന്ദ്രയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ്സ് ഒക്കെ അവൈലബിൾ ആണ്. ശരി, ഇതിന്റെ ഒരു ഹരം ഓടിച്ചു തുടങ്ങിയാൽ ഇതിന്റെ ഹരം നമ്മൾ ഒരുപാട് എന്താ പറയുക ഒരു അഡിക്ഷനാണ് താറെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ജനതകളിൽ ഓഫ് റോഡ് പ്രേമികളുടെ മനസ്സിലേക്ക് വീണ്ടും എല്ലാ കാലവും നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുന്നത് ഇതിന്റെ ആ ഒരു ക്വാളിറ്റിയും റൈഡ് ക്വാളിറ്റിയും ഓഫ് റോഡിങ് കാപ്പബിലിറ്റിയും എല്ലാം തന്നെയാണ്. ഓഫ് റോഡിങ് നിങ്ങൾ നേരത്തെ കണ്ടു, ഇപ്പോൾ ഹൈവേ നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ വോയിസ് കൺട്രോൾ, ക്രൂസ് കൺട്രോൾ തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ അതിലുപരി ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഒരു ഇനിഷ്യൽ ടോർക്കാണ്. ഭയങ്കരമായിട്ടൊരു ടോർക്ക് ഇനിഷ്യലി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതും വേറെ യാതൊരുവിധ വൈബ്രേഷനും, ഇപ്പോൾ പണ്ടത്തെ പോലെ യാതൊരുവിധ വൈബ്രേഷനും ഇപ്പോഴത്തെ പുതിയ താറിലില്ല. ശരിക്കും ഞാൻ എപ്പോഴും താർ ആരാധകർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു വഴിയിലുണ്ടെങ്കിൽ ക്ലീഷേ ഡയലോഗാണ് അല്ലേ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയ താറിലേക്ക് വന്നപ്പോൾ വേണമെന്ന് വെച്ചാൽ പോലും കണ്ടുപിടിക്കാനായി ഒരു കുറ്റവും മഹീന്ദ്ര ഇതിൽ വരുത്തിയിട്ടില്ല. മുൻപത്തെ എല്ലാ ഹോളും അടച്ചിട്ട് തന്നെയാണ് മഹീന്ദ്ര പുതിയ താറിനെ അണിയിച്ചൊരുക്കി ഇന്ത്യൻ നിരത്തുകളിലേക്ക് വിട്ടിരിക്കുന്നത്. അത് 100% നിസ്സംശയം പറയാം. ബിക്കോസ് അത്രയേറെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, അത്രയേറെ ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ് മഹീന്ദ്ര താറിലത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് താറിന്റെ ഡ്രൈവ് റിവ്യൂ ആണ്. ഒരു ഓഫ് റോഡിങ് കണ്ടു, ഓഫ് റോഡിങ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ചെറിയൊരു ഓഫ് റോഡിങ് കണ്ടു. പിന്നെ നമ്മൾ ഹൈവേയിലെ പെർഫോമൻസും കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. താറിന്റെ ആരാധകർ എല്ലാം കയറുക, കമന്റ് ചെയ്യുക, കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താറിന്റെ ആരാധകർ മാത്രമല്ല എല്ലാവരും കാണണം വീഡിയോ. അതെ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ശരൺ ആൻഡ് കരുൺ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, മറക്കരുത്.